ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പനീർ ഉണ്ടാക്കാനായി ആവശ്യമായി ഞാൻ 1 ലിറ്റർ പാല്, പിന്നെ അത് പെരുത്ത് വരാൻ ആവശ്യമായ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഇതൊഴിച്ച് പാൽ നന്നായി കട്ടക്കട്ടയായി വരുന്നത് വരെ നമുക്ക് ഇളക്കി പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാല് ആവശ്യത്തിന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലും നല്ലവണ്ണം പിരിയണം. ഞാൻ ഓൾറെഡി പിരിഞ്ഞ പാലെടുത്തുകൊണ്ടാവാം ഇത്രയും പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. ഇതിനി നല്ലൊരു വെള്ള തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. അതിന് മുന്നേ കുറച്ച് തണുത്ത വെള്ളം പാർന്ന് അത് നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ച് അത് പരത്തിയെടുക്കാനായി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു വെയിറ്റ് വെച്ച് നമുക്ക് അമർത്തി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാക്സിമം പോക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ അത്യാവശ്യം വെയിറ്റ് വെച്ച് നമുക്ക് അതിലുള്ള വെള്ളം ഫുള്ള് പോക്കാം. ഇത് ഞാൻ കൂടുതൽ വെള്ളം വേഗം പോകാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയിൽ, ഉണങ്ങിയ തുണിയിൽ കൂടി റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് വെച്ച് അതിലെ വെള്ളം മൊത്തം പൊക്കിയെടുക്കാം. ഉദാഹരണത്തിന് ഞാൻ എങ്ങനെ വെക്കണം എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിങ്ങനെ വെച്ചത്. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയ പനീറാണ്. നല്ല ക്യൂബ്സായി കട്ട് ചെയ്ത് നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇന്നത്തെ പനീർ എങ്ങനെയെന്ന് നോക്കാം. ആ വെയിറ്റ് എടുത്തതാ വെള്ളം പോയ പനീർ നന്നായി ഇതാക്കി ഞാൻ കട്ട് ചെയ്ത് ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സോഫ്റ്റ് പനീറാണ്. നമുക്ക് വീട്ടിൽ നിന്ന് എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം.